പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സാംസ്കാരിക മന്ത്രി നടത്തിയ പ്രസംഗം തരംതാഴ്ന്ന നടപടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഒന്ന് സാധാരണഗതിയിലുള്ള പുകവലി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ കമ്പനി കൂടുന്ന ആളുകളുടെ സ്നേഹമേ പങ്കുവയ്ക്കട്ടെ, സൗഹൃദം പങ്കുവയ്ക്കട്ടെ, രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ, പുക പങ്കുവയ്ക്കണം. അങ്ങനെ പുകയ്ക്കണമെന്ന് തോന്നുന്ന ചെറുപ്പക്കാർ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ വിപത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലേക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഈ ജയിലിനകത്ത് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ ഞാനെന്തോ പറഞ്ഞതൊക്കെ ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും വീഡിയോ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5-6 തവണ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അത്തരത്തിലൊരു സൗകര്യം ഞങ്ങൾ മുഖവിളിക്കുന്ന സൗകര്യം ആർക്കും. അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തിൽ നമുക്കറിയാം. കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPM-ന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാന് കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ജയിലിൽ ഉൾപ്പെടെ പുകവലിച്ചതായി വെളിപ്പെടുത്തിയ മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. സാധാരണ രീതിയിലുള്ള പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയാൻ ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണ് പുകവലിയെ ന്യായീകരിച്ചത്. അങ്ങേയറ്റം നിയമവിരുദ്ധമായ പുകവലിയെക്കുറിച്ച് പരാമർശം നടത്തിയത് സാംസ്കാരിക സിനിമാ മന്ത്രിയാണ്. ലഹരി വസ്തുക്കളിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന എക്സൈസ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയണം. യുവാക്കൾ സ്നേഹവും സൗഹൃദവും രാഷ്ട്രീയവും പങ്കുവെക്കട്ടെ, പുക പങ്കുവെക്കേണ്ട. യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കലാണ് ലക്ഷ്യമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് ആവർത്തിച്ചു പറയുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രിയുടെ വിവാദ പരാമർശത്തോട് മന്ത്രി രാജേഷ് പ്രതികരിക്കണം. താൻ ജയിലിൽ കിടന്നപ്പോൾ പുകവലിച്ചിട്ടുണ്ടെന്ന മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയതാണ്. പുകവലിക്കാനുള്ള സൗകര്യം ജയിലിലില്ലെന്ന് 6 തവണ അവിടെ കഴിഞ്ഞ തനിക്കറിയാം. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.